വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം വലിയ ആവേശമാണ് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലും എറണാകുളം ജില്ലയിൽ പൊതുവിലുമുള്ളത്. നമുക്ക് പറവൂരിലെ ആവേശ കാഴ്ചകളിലേക്ക് പോവാം. കാരണം അവിടെ വി.ഡി. സതീശൻ ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ പരിപാടികൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി പാർട്ടി പ്രവർത്തകരുമുണ്ട്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, എന്താണ് അവിടുത്തെ ഒരു പ്ലാനിങ്? എങ്ങനെയാണ് സതീശന്റെ മുഖ്യമന്ത്രിയായുള്ള മടങ്ങി വരവിനെ പറവൂരുകാർ ആഘോഷിക്കുന്നത്? സജിത്ത്, വി.ഡി. സതീശനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി പ്രഖ്യാപിച്ച ആ സമയം മുതൽ കൊച്ചിയിൽ വലിയ സന്തോഷമാണ്. നമുക്കറിയാം, നമ്മൾ കണ്ടതാണ് കൊച്ചിയിലെ ആളുകൾ എങ്ങനെയാണ് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ല മുഴുവൻ സതീശനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പങ്കിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും 2001 മുതൽ 25 വർഷം ഇത് MLA-യുടെ കഴിഞ്ഞ ഒരു ടൈം പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാകുമ്പോൾ ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായി മാറുകയാണ്. നമുക്ക് ഇവിടെ തന്നെ പ്രതികരണം ചോദിക്കാം. എന്താ ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ട് മാറിയിരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം 6:00 കൂടിയിട്ട് എത്തുകയും ചെയ്യും. എന്താണ് ഇപ്പോഴുള്ള ഒരു സന്തോഷം? എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും പറവൂരിൽ ഞങ്ങളുടെ ഒരു ആഹ്ലാദം ഇന്നലെ ഞങ്ങൾ കുറച്ച് ആ മഴയത്തൊക്കെ ആഘോഷിച്ചെങ്കിലും മുഴുവനായിട്ട് ഞങ്ങളുടെ ആഹ്ലാദവും ആ ഒരു സന്തോഷമൊന്നും മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. പിന്നെ സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറവൂരുള്ള ഓരോ ആളുകൾക്കും അറിയാം, അത്രയും എല്ലാ സാധാരണക്കാരും എല്ലാവരും സാറ് ഒരേപോലെ ചേർത്ത് നിർത്തുന്ന ഒരാളാണ്. എല്ലാവർക്കും അത്ര ഇഷ്ടമാണ്. നമ്മൾ ഇത്രയും വർഷമായില്ലേ പറവൂര്, ഒരു 25 വർഷമായെങ്കിലും സാർ ഇന്നും നമ്മുടെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ള ആളുകളെ സാറ് പേരെടുത്ത് വിളിക്കും. അവർക്കൊരു അത്ഭുതം തോന്നും, ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ പേരൊക്കെ ഓർത്തിരിക്കണേന്ന്. സാർ അത്രയും ആളുകളോട് അത്രയും ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ആളിനോട് ഞങ്ങൾക്കൊക്കെ എത്ര സ്നേഹം ഉണ്ടാവും, ഞങ്ങൾക്ക് എത്ര ആഹ്ലാദം ഉണ്ടാവും. തീർച്ചയായിട്ടും പിന്നെ ഒരു വലിയൊരു പ്രതീക്ഷ കൂടിയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാറിൻ്റെ ഒരു വിഷൻ എങ്ങനെയാണ് സാറിൻ്റെ പ്രവർത്തനങ്ങളെന്ന്. ഇനിയിപ്പോൾ കേരളം അതിനുവേണ്ടി ഒരു 5 വർഷം സാറിൻ്റെ ഒരു ദീർഘവീക്ഷണവും എന്താ പറയുക സാറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കേരളം കാത്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു സന്തോഷമാണ്. എന്തായാലും പ്രതീക്ഷകളും സങ്കല്പങ്ങളും ഒക്കെ മാറുകയാണ്. പറവൂർ മണ്ഡലത്തെ പറ്റിയും എറണാകുളം ജില്ലയെ പറ്റിയും ഒക്കെയുള്ള സങ്കല്പങ്ങൾ മാറുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയ്ക്ക് ഒരു മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് പറവൂർ മണ്ഡലത്തിന് കഴിഞ്ഞ 25 വർഷം കണ്ട ഒരു വികസനമായിരിക്കില്ല ഇനി പറവൂർ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും 25 വർഷക്കാലം വികസനം അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണല്ലോ വീണ്ടും ജയിക്കണത്. ഈ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ ഇനി പറവൂരിൽ വന്ന വികസനത്തിൻ്റെ പോലെ തന്നെ കേരളത്തിലൊട്ടാകെ വികസന പ്രവർത്തനം നേതൃത്വം കൊടുക്കാൻ പുള്ളിക്ക് കഴിയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അത് മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യ സ്നേഹിയാണത്. ഹൃദയബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണത്. എല്ലാവരുമായിട്ടും ഒരു പ്രത്യേക അടുപ്പമാണ്. ഏത് സാധാരണക്കാർക്കും ഏത് ആളുകൾക്കും ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാം. അദ്ദേഹം ചേർത്ത് നിർത്തും, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കും, മനസ്സിലാക്കും. എന്നിട്ട് പറ്റാവുന്നതാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ അദ്ദേഹത്തിന് കഴിയും. അതാണ് അദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ്. തീർച്ചയായിട്ടും മാത്രമല്ല, ഒരു വിഷൻ ഉണ്ട് അദ്ദേഹത്തിന്. കേരളത്തിനെ കുറിച്ചൊരു ചിന്താഗതി ഉണ്ട്. നാളത്തെ കേരളം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ചുറപ്പിച്ചാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ നേരിടുന്നത്. ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇത്തവണ ഉറപ്പായിട്ടും ഭരണം കിട്ടും. അതാണ് ഒരു ഇച്ഛാശക്തിയാണ്. ഒരു ആളുകൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ശരിയായി വന്നു. 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു, അധികാരത്തിൽ വന്നു. ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ ചുമതലയേക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭയങ്കര ആഹ്ലാദമാണ്, സന്തോഷമാണ്. ഇന്നലെയൊക്കെ ഞങ്ങൾ ആഹ്ലാദിക്കായിരുന്നു. രാത്രി 10 മണിയൊക്കെ ഞങ്ങൾ പിരിഞ്ഞു പോയപ്പോൾ DJയും കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ച് പൊളിക്കുകയാണ്. ഒരു കേരളത്തിന് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിരിക്കും ഇനി വരാൻ പോകുന്നത്. കേരളത്തിലൊരു സുവർണ്ണ കാലഘട്ടം തന്നെയായിരിക്കും. എല്ലാം അദ്ദേഹം കണ്ടുവച്ചുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ സംഭവിക്കും. എന്താണ് പറവൂരിനെ സംബന്ധിച്ചിട്ട് ഇപ്പം പ്രത്യേകിച്ചും പറയാനുള്ളത്? സാമുദായിക നേതാക്കന്മാർക്കുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത അല്ലെങ്കിൽ അതിന് വഴങ്ങാത്തൊരു നേതാവ് എന്ന ഒരു കൂടിയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി പറവൂരിനെ, അതായത് എങ്ങനെയാണ് അദ്ദേഹം വൈകുന്നേരം എത്തുമ്പോൾ ആഘോഷം എങ്ങനെയാണ്? ഇനി പറവൂർ എന്തൊക്കെ ആഘോഷങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി? ഞങ്ങൾ അടിച്ച് തകർക്കാൻ പോവുകയാണ്. കാരണം 25 വർഷമായിട്ട് ഞങ്ങൾക്ക് സാറിന് അറിയാം. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ കോട്ട് ചെയ്യാം: ഗുഡ് ഗവേണൻസ്, അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു നല്ല ഭരണം ഇവിടെ കാഴ്ചവെക്കും. സാറിൻ്റെ കീഴിൽ കേരളം, ഇപ്പം കാലിയായിട്ടുള്ള കേരളം വളരെ മികച്ചൊരു കേരളമായിട്ട് വരും. അതിന് എല്ലാവിധ ആശംസകളും സപ്പോർട്ടും ഞങ്ങളുണ്ടാവും. ഇവിടെ ജെൻസി ഉണ്ട്. ജെൻസി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ജെൻസിയെ കൂടി ചേർത്ത് നിർത്തിയ മുഖ്യമന്ത്രി, MLA അല്ലെങ്കിൽ നേതാവ് എന്നുള്ള ഒരു ഖ്യാതി കൂടി ഉണ്ട് വി.ഡി. സതീശന്. എന്തായാലും നമുക്ക് ജെൻസിയിൽ ഒരാൾ കൂടി ഉണ്ട്. എന്താണ് പ്രതീക്ഷകൾ? ജെൻസി
കൊച്ചിയെ സംബന്ധിച്ചിട്ടുള്ള പ്രതീക്ഷകൾ എന്താണ്? വളരെ നല്ല പ്രതീക്ഷയാണ്. ഇപ്പോൾ നമ്മൾ തന്നിട്ടുള്ള പല വാഗ്ദാനങ്ങളും യുവാക്കളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും കേരളം വിട്ട് പുറത്തേക്ക് പഠനത്തിനും ജോലിക്കും വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യം ഇല്ലാണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അത് പ്രത്യാശാപൂർണമായ ഒരു വാഗ്ദാനമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ നടത്തിപ്പുകളും യുവാക്കളെ കുറച്ചുകൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്യുന്ന രീതിയിലാണ്. അതേപോലെ ജനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു MLA ആണ് ഞങ്ങളുടെ സ്വന്തം MLA. യെസ്, അതാണ്. അങ്ങനെയാണ് പറവൂരുകാരിങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രതീക്ഷകളാണ്. മുഖ്യമന്ത്രിയായി VD സതീശൻ കടന്നു വരുമ്പോൾ നാട്ടുകാർക്കുണ്ട്, കേരളത്തിനും പുതിയ പ്രതീക്ഷകളുണ്ട്. സാധാരണ ജനങ്ങൾക്കും UDFന്റെ പ്രകടന പത്രികയിലെ വാദങ്ങളൊക്കെ എത്ര കണ്ട് ശരിയാക്കുമെന്ന കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.